സുന്ദരിയായ ഹീറോനെ കല്യാണം കഴിച്ച് പുതിയ വീട്ടിൽ കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെയുള്ള ഒരു പ്രേതത്തിനാണെങ്കിൽ ഇവിടെ കണ്ടത് ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറോയിനെ എങ്ങനെയെങ്കിലും ഒരു രാത്രി കിട്ടാൻ വേണ്ടി പ്രേതം കാത്തിരിക്കുകയാണ്. അതേ സമയത്ത് ഇവൾക്ക് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇവളുടെ ഹസ്ബൻഡ് റൊമാൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടാകും. പക്ഷെ ഇത് കാണുന്ന അവന്റെ പേരൻസ് ആണെങ്കിൽ ഒരു നല്ല ദിവസം വരുന്നവരെ നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും തനിച്ച് കിടത്തും. പക്ഷെ ഇവൾക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി പോവാണ്. അവിടെയാണെങ്കിൽ സിഗരറ്റിന് സ്മെല്ല് അടിക്കുന്നുണ്ടാക്കും. പക്ഷെ ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അച്ഛനോട് കിടന്നുറങ്ങായിരിക്കും. എന്നാൽ ഇതറിയാത്ത ഹീറോയിൻ ആ റൂമിലേക്ക് പോയാൽ അവിടെ വരുന്ന പ്രേതമാണെങ്കിൽ ഇവൾ തൊടാൻ നോക്കുകയാണ്. പക്ഷെ ഇതാണെങ്കിൽ ഹീറോയിൻ കാര്യമൊക്കെ എടുക്കില്ല. അതിന് അടുത്ത ദിവസം കുളിച്ചുകൊണ്ടിരിക്കുക പ്രേതമാണെങ്കിൽ ഇവളുടെ ബാത്റൂമിലേക്ക് വരികയാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ ആ പ്രേതത്തെ കാണുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയം പ്രേതമാണെങ്കിൽ ടേബിളിനടിയിലേക്ക് വന്ന് ഇവളുടെ സാരി മെല്ലെ പൊക്കാൻ തുടങ്ങും. പക്ഷെ ഹീറോയിനാണെങ്കിൽ അത് ഹസ്ബൻഡിന്റെ പണിയാണെന്ന് വിചാരിച്ച് കെയർ ചെയ്യാതെ വിടും. അതേ സമയത്ത് ഇവരെ ശ്രദ്ധിക്കുന്ന അവന്റെ പേരൻസ് ആണെങ്കിൽ ഇനി ഇവരെ തടയാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഫസ്റ്റ് നൈറ്റിന് സമ്മതിക്കുകയാണ്. ആ രാത്രി ഹീറോയിൻ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവും. ഇത് മനസ്സിലാക്കുന്ന പ്രേതമാണെങ്കിൽ പുതപ്പിനടിയിലൂടെ വന്ന് ഇവളുടെ മേലെ കയറി കിടക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ ഉറക്കത്തിൽ നിന്നിട്ട് ഇതും ആ പ്രേതവും അവിടെ കാണാതാവും. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ കുളിക്കുന്ന സമയം വീണ്ടും ആ പ്രേതം ഇവളുടെ ബാത്റൂമിലേക്ക് വരികയാണ്. പക്ഷെ ഇവള് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ പ്രേതത്തിന്റെ തന്നെ കാൽപാദങ്ങൾ കാണും. അതിനടുത്ത സെക്കൻഡ് തന്നെ ആ പ്രേതം ഇവിടെ ചുമരോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് ഇവളുടെ സാരി പൊക്കി വീണ്ടും ഇവള് സെഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയായതും ഇവളുടെ തല ചുമരിലേക്ക് തല്ലാൻ തുടങ്ങും. സോ ഹീറോയിനും അവിടെ നടക്കുന്ന അമാനുഷ്യം മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഒരു പക്ഷേ നിങ്ങളിരിക്കുന്ന വീട്ടിലും ഇതേപോലെ ഒരു പ്രേതം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.